ഗസ ഒരിക്കൽ കൂടി വെടിനിർത്തലിലേക്ക് അടുത്ത ആഴ്ചയോടെ നീങ്ങുമെന്ന് അറിയിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് ഗസയോടുള്ള അവിടുത്തെ ജനങ്ങളോടുള്ള അനുകമ്പ കൊണ്ടാണെന്ന് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ അത് തെറ്റാണ്. ട്രംപ് സ്വയം അത് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിൽ ട്രംപ് ലാക്കാക്കുന്ന ലക്ഷ്യങ്ങൾ പലതാണ്. അതിൽ ഏറ്റവും പ്രധാനം തൻ്റെ ഉറ്റ തോഴനായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ കേസുകളിൽ നിന്ന് രക്ഷിക്കുക എന്ന അജണ്ടയാണ്. യുദ്ധക്കുറ്റം ഉൾപ്പെടെ നിരവധി കേസുകൾ അന്താരാഷ്ട്ര തലത്തിൽ നെതന്യാഹുവിനെതിരെയുണ്ട്. മാത്രമല്ല, അധികാരമൊഴിഞ്ഞാൽ സ്വന്തം രാജ്യത്ത് പോലും നെതന്യാഹു ജയിലിലാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം രക്ഷിക്കാമെന്ന ഓഫർ നെതന്യാഹുവിന് മുന്നിൽ വെച്ചാണ് ഗസയിൽ 20 മാസമായി ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ട്രംപ് നീക്കം തുടങ്ങിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 12 ദിവസത്തെ ഇറാനുമായുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം അവസാനിച്ചതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ പുതിയ സമാധാന നീക്കമെന്നും ഇതിനായി അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് മുന്നിൽ ഓഫർ വെച്ചതായും ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഇസ്രായേലിലെ ഇംഗ്ലീഷ് പത്രങ്ങൾ പറയുന്നുണ്ട്. ഇക്കാര്യത്തിലേക്ക് കടക്കുന്നതിന് ട്രംപിന് പിന്നിലുള്ള മറ്റൊരു ലക്ഷ്യം അല്പം പേഴ്സണലാണ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തനിക്ക് നൽകണമെന്നുൾപ്പെടെ പറഞ്ഞ ട്രംപ് ആഗ്രഹിക്കുന്നത് അതാണ്. ലോകത്തെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് താനാണെന്ന് കാണിക്കാനുള്ള ശ്രമം കൂടിയായാണ് ട്രംപ് ഈ അവസരത്തെ കാണുന്നത്. നേരത്തെ ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിലും ഇടപെട്ട് സമാധാനമുണ്ടാക്കിയെന്ന് സ്വയം പ്രഖ്യാപിച്ചതും ഉക്രൈൻ-റഷ്യ യുദ്ധത്തിൽ ഇടപെടുന്നതും എല്ലാം ഇതേ നീക്കത്തിൻ്റെ ഭാഗമാണ്. ഗസയുടെ കാര്യമെടുത്താൽ ഇസ്രായേലുമായുള്ള അബ്രഹാം സമാധാന ഉടമ്പടിയിൽ പുതിയ ഒരു രാജ്യം കൂടി ചേരുമെന്നും ഇത് അമേരിക്കയോ അല്ലെങ്കിൽ അവരുടെ ഉറ്റ സുഹൃത്തായ മറ്റൊരു അറബ് രാജ്യമോ ആകുമെന്നും സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഭാവി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ സ്ഥാപനത്തിന് ഇസ്രായേലിൻ്റെ പിന്തുണ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇസ്രായേലിനെ ഇറാൻ്റെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിച്ച ട്രംപ് ഇപ്പോൾ നെതന്യാഹുവിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്നാണ് റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് അധികാരമൊഴിഞ്ഞാൽ നെതന്യാഹു ജയിലിലാകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹത്തെ അഴിമതി കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് വംശഹത്യാ കേസിലും നെതന്യാഹുവിനെതിരെ നിലനിൽക്കുന്നുണ്ട്. നെതന്യാഹുവിനെ ക്രിമിനൽ വിചാരണ ഒഴിവാക്കിയാൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ട്രംപ് മുന്നോട്ട് വെച്ച ഓഫർ. ഇതിന് പകരമായി ഗസയിലെ ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് നൽകിയ നിർദ്ദേശം. ഈ വിഷയം തിങ്കളാഴ്ച നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ട്രംപ് പറഞ്ഞതായാണ് പുറത്തുവരുന്ന വാർത്തകൾ. സന്തോഷം നിറഞ്ഞ ഫോൺ വിളി എന്നാണ് ഇതിനെ ട്രംപുമായി അടുത്ത വൃത്തങ്ങൾ വിശേഷിപ്പിച്ചത്. ഇറാൻ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തിലാണ് നെതന്യാഹു. തങ്ങളില്ലെങ്കിൽ ഇസ്രായേൽ ബാക്കിയുണ്ടാകില്ലെന്നും ട്രംപ് നെതന്യാഹുവിനെ ഓർമ്മപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിന് നേരെ നൂതന മിസൈലുകൾ പ്രയോഗിക്കാൻ ഇറാൻ തുടങ്ങുകയായിരുന്നുവെന്ന് ഇസ്രായേൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ട്രംപും നെതന്യാഹുവുമായുള്ള ഫോൺ വിളിയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇസ്രായേൽ സ്ട്രാറ്റജി കാര്യമന്ത്രി ജോൺ ഡെർമറും പങ്കെടുത്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെതന്യാഹു നിരവധി കേസുകളിൽ വിചാരണ നേരിടുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ഉറപ്പു നൽകിയതായാണ് നെതന്യാഹുവുമായുള്ള അടുത്ത വൃത്തങ്ങളും പറയുന്നത്. എന്നാൽ എങ്ങനെയാണ് ഇത് നടപ്പാക്കുകയെന്ന് വ്യക്തമല്ലെന്ന് ഇസ്രായേൽ ചാനലായ കാൻ പറയുന്നു. ഈയിടെ നെതന്യാഹുവിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ചാനൽ 12ഉം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വയം മൈലേജ് ഉണ്ടാക്കി ലോകത്തിൻ്റെ സമാധാന ദൂതനാവാൻ ശ്രമിക്കുന്ന ട്രംപ്, താൻ ലോകത്തിൻ്റെ നെറുകയിലേക്ക് വളരുമ്പോൾ ഉറ്റ സുഹൃത്തിനെ കൂടി രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ട്രംപ്, ഗസയുടെ മേൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന ട്രംപ്, ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുമായാണ് ട്രംപ് തൻ്റെ പ്ലാനുകളുമായി മുന്നോട്ട് നീങ്ങുന്നത്. ഇത് കണ്ട് ആരെങ്കിലും അദ്ദേഹത്തിന് സമാധാന അവാർഡ് നൽകിയാൽ അത് ലോകത്തിൻ്റെ മറ്റൊരു വിധി എന്ന് നമുക്ക് കരുതാം.